ചർച്ച ചെയ്യുന്നത് രണ്ട് കൂട്ടരെ പറ്റിയിട്ടാണ്. അതെ, നിതീഷ് കുമാർ നയിക്കുന്ന JDUവിനെ പറ്റിയിട്ടും അതേപോലെ ചന്ദ്രബാബു നായിഡു നയിക്കുന്ന TDPയെ പറ്റിയിട്ടുമാണ് ഇപ്പോൾ രാജ്യം ചർച്ച ചെയ്യുന്നത്. ഈ രണ്ട് കൂട്ടരുടെയും പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇവർ രണ്ടുപേരും UPA സഖ്യത്തിന്റെ ഭാഗമായിരുന്നു എന്നുള്ളതാണ്. UPA സഖ്യം എന്ന് പറയുന്നത് മൻമോഹൻ സിംഗിന്റെ കാലത്ത് രാജ്യം ഭരിച്ചിരുന്ന സഖ്യമായിരുന്നു UPA സഖ്യം. ഈ ഒരു UPA സഖ്യത്തിൽ നിന്നായിരുന്നു രാഹുൽ ഗാന്ധി കഴിഞ്ഞ വർഷം വരെ മത്സരിച്ചിരുന്നത്. JDU BJPയുമായി ചേർന്നായിരുന്നു പണ്ട് സഖ്യമുണ്ടാക്കി നിതീഷ് കുമാർ ബീഹാറിലെ മുഖ്യമന്ത്രിയായതും പിന്നീട് ആ സഖ്യം വിട്ടതും രാജിവെച്ചതും ഒക്കെ. അത് കഴിഞ്ഞ് നിതീഷ് കുമാർ CPIയുമായിട്ട് ഒരു സഖ്യം ഉണ്ടാക്കുകയും അതിൽ മത്സരിക്കുകയും അതിൽ പരാജയപ്പെടുകയും ചെയ്തു. പിന്നീട് ഒരു വിശ്വാസ വോട്ടെടുപ്പിൽ കൂടെ വീണ്ടും മുഖ്യമന്ത്രിയായി. ഈ ഒരു ഇലക്ഷനിൽ JDU നേടിയത് 12 സീറ്റുകളും TDP നേടിയത് 16 സീറ്റുകളുമായിരുന്നു. അതുപോലെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത്, നിതീഷ് കുമാർ നയിക്കുന്ന JDU എന്ന് പറയുന്ന ഘടകകക്ഷിയെ പറ്റി നമ്മൾ പറഞ്ഞു. ഈ ഇലക്ഷന് മുമ്പ് അവസാന ഘട്ടത്തിലാണ് ഇന്ത്യ സഖ്യം വിട്ടിവർ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ തിരിച്ചു പോകുമോ എന്നുള്ള ചോദ്യങ്ങൾ അനവധിയാണ്. കേവലം ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ 32 സീറ്റിന്റെ ദൂരം കൂടെ ഉണ്ട് BJPക്ക്. ചന്ദ്രബാബു നായിഡു നയിക്കുന്ന TDPയുടെ 16 സീറ്റുകളും നിതീഷ് കുമാർ നയിക്കുന്ന JDUവിന്റെ 12 സീറ്റിലുമാണ് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും പ്രതീക്ഷയുള്ളത്. ഇവർ രണ്ട് കൂട്ടരും മുന്നണിക്കൊപ്പം നിന്ന് ബാക്കിയുള്ള കാര്യങ്ങളോട് ഒത്തുവന്നു കഴിഞ്ഞാൽ വീണ്ടും തുടർച്ചയായി 3ാം തവണയും നരേന്ദ്രമോദി തന്നെ പ്രധാനമന്ത്രിയാവും. ആന്ധ്രാപ്രദേശിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന, അവിടെ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തിയായിരുന്നു ചന്ദ്രബാബു നായിഡു. 13 വർഷത്തിലേറെയായിരുന്നു അദ്ദേഹം അവിടെ മുഖ്യമന്ത്രിയായിരുന്നത്. ചന്ദ്രബാബു നായിഡുവിന്റെ ഈ കാലം അത്രയുമുള്ള രാഷ്ട്രീയ ജീവിതത്തിന്റെ ഇടയിൽ നായിഡുവിനെ പല മുഖങ്ങളിലും പല നിറത്തിലും രാജ്യം കണ്ടു. യൂത്ത് കോൺഗ്രസ് ആയിരുന്നു ചന്ദ്രബാബു നായിഡുവിന്റെ രാഷ്ട്രീയത്തിലേക്കുള്ള ആദ്യ ചുവടുവെപ്പ്. സ്വാതന്ത്ര്യ സമര സേനാനിയും മുൻ കോൺഗ്രസ് നേതാവുമായ NG രംഗ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്കുള്ള വാതിൽ തുറന്നുകൊടുത്തു. 1978 ചന്ദ്രഗിരിയുടെ ജനപ്രതിനിധിയായി ആന്ധ്ര നിയമസഭയിലെത്തി. 1980 5ാം സർക്കാരിൽ മന്ത്രിയാവുകയും അന്ന് സിനിമാ വകുപ്പ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് ചന്ദ്രബാബു നായിഡു ആയിരുന്നു. അങ്ങനെ സിനിമാ ലോകത്തെ NTRയുമായി പരിചയപ്പെടുകയും അത് പതിയെ സൗഹൃദത്തിലേക്ക് എത്തുകയും ആ ഒരു സൗഹൃദത്തിന്റെ അവസാനം NTR തന്റെ മകളെ ചന്ദ്രബാബു നായിഡുവിന് വിവാഹം ചെയ്തു കൊടുക്കുകയും ചെയ്തു. TDP എന്ന പേരിൽ സ്വന്തം പാർട്ടി രൂപീകരിച്ച NTR രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി. 1983 തന്റെ മരുമകൻ ഈ ഒരു പരീക്ഷണത്തിനൊപ്പം നിന്നില്ല, കോൺഗ്രസിനൊപ്പമായിരുന്നു ചന്ദ്രബാബു നായിഡു. TDP വിജയിച്ചതോടെ നായിഡു വീണ്ടും മറുകണ്ഠം ചാടി. അങ്ങനെ NTRനെ പുറത്താക്കിയിട്ട് തന്റെ 45ാം വയസ്സിൽ നായിഡു ആന്ധ്രയുടെ മുഖ്യമന്ത്രി കസേരയിലിരുന്നു. ഏത് സമയവും മറുകണ്ഠം ചാടാവുന്ന നിതീഷ് കുമാർ യാദവും ചന്ദ്രബാബു നായിഡുവും ഇരുവശങ്ങളിൽ നിൽക്കുമ്പോൾ എടുത്തു വെക്കുന്നത് വലിയൊരു ഭാരമാണെന്ന് മോദിക്കും BJPക്കും ഉണ്ടാവും. ആരൊക്കെ മറുകണ്ഠം ചാടും, ആരൊക്കെ ഒപ്പം നിൽക്കുമെന്ന് നമുക്ക് കണ്ടറിയാം. നന്ദി, നമസ്കാരം.